guys, welcome back to my YouTube channel. This is Cute Girl 2026. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ വരുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്കെച്ച് പിന്നെ അതൊന്നുമില്ല, വാഷ് ടേപ്പ്, സ്റ്റിക്കേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഒരു പെൻസിൽ ഡ്രോയിങ് ആയിട്ടുള്ള ഒരു ജേണൽ ഞാനൊന്ന് കാണിച്ചു തരാൻ പോകും. അപ്പോൾ ജേണൽ തുടങ്ങുന്നതിന് മുമ്പ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എപ്പോഴും ചെയ്തേക്കുക. ഓക്കെ, പക്ഷേ നിങ്ങൾ ചെയ്തേക്കണം. ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എനിക്കിത് എല്ലാ യൂട്യൂബറും കാരണം എനിക്കാണ് ലോകം വന്നേക്കുന്നത്. നിങ്ങൾ പറഞ്ഞ് കേട്ടല്ലോ. എൻ്റെ ഫ്രണ്ട്സിനും ഉണ്ട്, പക്ഷെ അവർക്കൊക്കെ കൂടുതൽ കിട്ടിക്കൊണ്ട് പോകണേ. സബ്സ്ക്രൈബ് ചെയ്തേ ഇരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ജസ്റ്റ് ഒരു ഡ്രോയിങ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡ്രോയിങ്ങിൻ്റെ ഇതൊക്കെയാണുള്ളത്. അതായത് ലൈനില്ലാത്ത ബുക്കാണ് കിട്ടണമെങ്കിൽ അത് വെച്ചിട്ടായിരിക്കും എനിക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന് ഒരു ജേണൽ ചെയ്തതാണ്. അത് ഞാൻ കാണിച്ചത്. അതും പെൻസിൽ വെച്ചാണ് തോന്നുന്നു. പെൻസിൽ വെച്ച് ഇത് എനിക്കറിയാൻ പറ്റുന്നത് കറക്റ്റ് ആവുമോ അല്ലയോ എന്നൊന്നും അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതായത് ഇപ്പം വാഷി ടേപ്പ് പോലെ ഒന്നുമില്ല. ഈ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാത്തെടുക്കുക എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയുള്ളൂ. ഫസ്റ്റ് നിങ്ങളുടെ കാര്യം നോക്കുന്നത് ഈ പേജിൽ, അതായത് ഈ ഇവിടെ വാഷ് ടേപ്പ് ഒട്ടിക്കുന്ന വാഷ് ടേപ്പ് ഇല്ലാതെയായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇവിടെ ഇങ്ങനെ ഇടുക, അതായത് ഇങ്ങനെ വരിയിടുക. വരിയിട്ടിട്ട് അവിടെ നിന്ന് എനിക്ക് ഇഷ്ടമുള്ളൊരു ഡ്രോയിങ് വരയ്ക്കാം. അതുപോലെ തന്നെ താഴത്ത് ഇവിടെ അങ്ങനെ വരിയിട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുകളിൽ ഏതാണോ വരച്ച ആ സെയിം ഡ്രോയിങ് തന്നെ താഴത്ത് വരയ്ക്കുക. അതായത് ഇതുപോലെ അഞ്ചിൻ്റെ വരാൻ നിങ്ങൾ പെട്ടെന്ന് എഴുതിക്കട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇതാണ്. നിങ്ങൾക്ക് മുകളിൽ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടമുള്ളൊരു പെൻസിൽ ഡ്രോയിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇവിടെ ചെയ്യുക. താഴത്തെ എണ്ണ മുകളിൽ മാത്രം ചെയ്താൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നതല്ലേ. നെക്സ്റ്റ് ഞാൻ വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഒരു നടുക്ക് അല്ല അറ്റത്ത് ഞാൻ തേർഡായിട്ട് ചെയ്ത ഇതാണ്. ഈ അറ്റത്ത് നിങ്ങൾക്കിഷ്ടമുള്ള ടൈപ്പ് ഞാൻ എഴുതിയ ഐ ലവ് യു അങ്ങനത്തെ ഇതിലാണ് ഞാൻ എഴുതിയേക്കുന്നത്. പിന്നെ ഫുൾ ഫോം ഒരു രീതിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ തന്നെ എഴുതിയേക്കണം. ചില സ്റ്റിക്കേഴ്സിന് എങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി വെച്ചായിരുന്നു. നെക്സ്റ്റ് നടുക്ക് ഒരു ബോക്സ് വരയ്ക്കാം. ഇതുപോലെ ഇങ്ങനത്തെ ഒരു ബോക്സ് വരയ്ക്കുക. ബോക്സ് വരച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഞാൻ വരച്ചേക്കുന്ന ചിത്രം വരക്കണമെന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വൃത്തികേടായിട്ടാണ് വരച്ചേക്കാം. കുഴപ്പമില്ല, നമുക്കിത് ഇവിടെ അതുപോലെ വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് ഇപ്പം കളറായിട്ടാണ് ഇരിക്കണമെങ്കിൽ അവർ ഫാമിലി, നിങ്ങളുടെ ഫാമിലി എത്ര പേരുണ്ടോ അവിടെ അങ്ങനെ എഴുതിയിട്ട് നെക്സ്റ്റ് എടുക്കുന്നത് വരുന്നത് ഐ ലവ് ടു സോയം എഴുതുക. ഞാനവിടെ ഇട്ടിട്ടില്ല, സോറി. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതുക. പിന്നെ നിങ്ങൾക്ക് അതും ബോറിങ്ങാണ്, വേറെ കുറേ സ്പേസുകൾ ഇനിയും ഉണ്ടെങ്കിൽ അറ്റത്ത് കൊണ്ടുപോയി ഹാപ്പി സാഡ് എൻജോയ് അങ്ങനത്തെയൊക്കെ സാധനം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാനാണ്. ഇത് വെറും ഈസി ജേണലാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം.